പ്രതീക്ഷേ എടാ നല്ലൊരു കോസ്റ്റ്യൂം വേണമല്ലോടാ 10ാം തീയതി അല്ലേ? ആദ്യത്തെ അവാർഡല്ലേ? ഒരാള് കഷ്ടപ്പെട്ട് ഒരുപാട് അവാർഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒക്കെ കട്ടിലിന്റെ അടിയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിപ്പോ 4 ആഴ്ച മുമ്പത്തുള്ള ഒരു വീഡിയോ ആണേ. അതായത് രേണുസുതിക്ക് കിട്ടുന്ന ഈ ഒരു അവാർഡുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മേശയുടെ മുകളിൽ കൊണ്ടുവയ്ക്കുന്ന ഒരു പ്രവണത നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. ഇപ്പൊ എന്തായിരുന്നു ഇപ്പൊ രേണുസുതിയെ സപ്പോർട്ട് ചെയ്തിരുന്ന എത്ര ആളുകളാണ് തിരിഞ്ഞു കൊത്തിയെന്ന് കണ്ടില്ലേ? എന്തായാലും ആളുകൾ എത്ര പെട്ടെന്ന് മാറുന്ന ആലോചിച്ച് നോക്കിയേ, പാവം. അപ്പൊ അത്രേ ഉള്ളൂ. സ്നേഹിക്കുന്ന ആളുകളുടെ എന്തെങ്കിലുമൊക്കെ ഒരു വസ്തുക്കൾ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ സൂക്ഷിച്ചു വെക്കുക എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയോ? അത് വൃത്തിക്കും വെടുപ്പിനും എവിടെയെങ്കിലും കാണുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇല്ലാത്ത രീതിയിലോ വെക്കണം. അല്ലാത്ത പക്ഷം ഡംപ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും രേണുവിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. കണ്ടപ്പോ ചെറുതായിട്ടൊരു ചിരി തോന്നി. ഞാനൊന്ന് കാണിച്ചു തരാച്ചിട്ട് വന്നതാണേ, നോക്കാം. അല്ല, എന്നെ വിളിച്ചിട്ടില്ല. എനിക്കറിയില്ല, എന്നെ വിളിച്ചാ പോകും കേട്ടോ. വിളിച്ചിട്ടില്ല. ചേച്ചിക്ക് പോകാൻ പറ്റില്ല എന്റെ പേര് പറഞ്ഞേ. ഓ എന്താ തമാശ തമാശ. രേണുസുതിയെ ബിഗ് ബോസിലേക്ക് വിളിച്ചിട്ടില്ലത്രേ. വിളിച്ചാ പോകുന്നുള്ളത് മുഖം കണ്ടറിയാ. 2-3 ഇന്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുകയാണ് ഏതൊരു മനുഷ്യനും കണ്ടറിഞ്ഞൂടെ? രേണുസുതി കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പക്ക അവിടെ ഉണ്ട്, അതിനൊരു സംശയം വേണ്ട. ക്ലീൻ ഷീറ്റ് ഞാൻ ഇട്ടുതരാണ്. രേണുസുതി ഉണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി നിൽക്കുന്ന ആളുകളെ എന്തായാലും ഇതിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് രേണുസുതിയുടെ കാര്യത്തിൽ ഇനി ഒരു തർക്കമൊന്നും വേണ്ട. ബിഗ് ബോസിൽ ഉണ്ടാവും. അപ്പൊ യഥാർത്ഥ സ്വഭാവം നാട്ടുകാർക്ക് അറിയാമല്ലോ. എന്തായാലും ഇപ്പത്തെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ബിഗ് ബോസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 4 ചുവരിന്റെ ഉള്ളിൽ എന്തൊക്കെയാ കാണിച്ചു കൂട്ടാൻ പോകുന്നതെന്ന് കണ്ടറിയാം. ഞാൻ പറഞ്ഞില്ലേ, യക്ഷിയായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് വേഷം കിട്ടിയാലും എപ്പോഴും യക്ഷിയായിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. യക്ഷിയാണല്ലോ. യക്ഷിയായിട്ട് ഗന്ധർവനായിട്ട് ആടിയോ? ഗന്ധർവനായിട്ട് അതിന്റെ ലുക്ക് എനിക്കുണ്ട്. ഉണ്ടോ ഇല്ലയോ? ആയിക്കോട്ടെ. ഏതാണ് ആ ചങ്ങായില്ലേ, അഭിലാഷ് എന്ന പേര്. അയാൾ കലാഭവൻ മണിയുടെ ശബ്ദം അടിപൊളിയിട്ട് അനുകരിക്കേ. പക്ഷെ ഈ കുറെ എണ്ണത്തിന്റെ കൂടെ നടന്നിട്ട് ആകെ കോപ്രായത്തരങ്ങൾ കാണിച്ചുള്ള വില മൊത്തം കളഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് മനുഷ്യനാന്ന് ആലോചിച്ചൊക്കെ. സ്ഥിരം യക്ഷിയുടെ വേഷമാണ് കെട്ടി നടക്കാറ് എന്നൊക്കെ പറഞ്ഞിട്ട് വാരുന്ന്. എന്താണ് വാരലെന്ന് മനസ്സിലാവാതെ ആ പാവം രേണു അതിന്റെ ഇടയിൽ പെട്ട് കിടക്കുകയാണ്. വല്ലാത്തൊരവസ്ഥ തന്നെ കേട്ടോ. ഇതിനെ പൊന്തിക്കുന്നതാണോ താഴ്ത്തുന്നതാണോ എന്ന് മനസ്സിലാവാതെ അവര് പറഞ്ഞിട്ട് തുള്ളിക്കൊണ്ടേയിരിക്കുക. കൊള്ളാം കൊള്ളാം കൊള്ളാം. സിനിമയില് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ലേഡി സൂപ്പർ സ്റ്റാർ ആണ് മഞ്ജു ചേച്ചി. അതേ ഒരു സ്നേഹം പ്രേക്ഷകരിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഉണ്ട് തീർച്ചയായും. എനിക്ക് അമ്മമാരൊക്കെ ഭയങ്കര എന്തുവാടേ മഞ്ജു വാര്യറിനൊക്കെ പോലെ രേണുവിനൊക്കെ ചേർത്ത് വെച്ച് പറയാ. എന്ത് ബോധാണ് ഇവന്റെയൊക്കെ ആലോചിച്ച് നോക്കിയേ. എന്തിനാ ആലോചിച്ച് നോക്കണല്ലേ? എങ്ങനെയെങ്കിലും വ്യൂ ഉണ്ടാക്കാം. അപ്പൊ രേണുവിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ രേണു റിയാക്ട് ചെയ്യും, ആ വീഡിയോ വൈറലാവും. കൊള്ളാമടാ കൊള്ളാം. രേണുസുതി മഞ്ജു വാര്യറെ പോലെയാണെന്ന് പോലും. നോർത്തിൽ നിന്ന് ചേച്ചിക്ക് ഫാൻസ് ഉണ്ടോ? ബോളിവുഡ് തീർച്ചയായിട്ടും ഉണ്ടാവും, ഉണ്ടാവാതിരിക്കില്ല. കാരണം ഈ യൂണിവേഴ്സ് മുഴുവൻ അവരിഷ്ടപ്പെടുന്ന ആളുകളാണെന്നല്ലേ പറയുന്നത്. മഞ്ജു വാര്യറൊക്കെ പോലെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ നോർത്തിലെ ആളുകൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുകയോ? എന്താ വാരല് പോലും മനസ്സിലാവണില്ല. നോർത്തിലെന്ന് പറഞ്ഞപ്പോ എറണാകുളം നോർത്തിലാണോ എന്നുള്ളത് അതാരെ പറഞ്ഞത് എനിക്കറിയില്ല. എന്തായാലും കൊള്ളാം. വല്ലാത്ത മനുഷ്യന്മാരെന്നെ കേട്ടോ. എന്തെങ്കിലും ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മറുപടി വരുമ്പോ പൊട്ടത്തരാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, അങ്ങ് ഏറിക്കയറ്റാലോ. അതിനുള്ള പരിപാടിയാ. തുടർന്ന് കേൾക്കാം. ഇനി വരാൻ പോകുന്ന കമന്റ് ഡാഗിനി, കള്ളച്ചി, പിന്നെ ഓന്ത്, പല്ലി എന്നാണ് മെയിൻ അറിയപ്പെടുന്നത്. ഈ ബോഡി ഷെയ്മിങ്ങിനോട് ഞാൻ പണ്ടേ എതിർപ്പാണ്. പക്ഷെ പല്ലി എന്നാണ് എന്നെ എപ്പോഴും വിളിക്കാറ് എന്ന് എല്ലാ ഇന്റർവ്യൂവിലും പോയി പറയുന്നുണ്ട്. ഡാഗിനി അമ്മൂമ്മ എന്ന് പറയുന്നുണ്ട്. അത്രേ ഞാൻ അങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടിട്ടില്ല. എന്നാൽ ബോഡി ഷെയ്മിങ് ഒക്കെ നടത്തുക എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു അവസ്ഥയാണല്ലേ. ഇനിയും കുറെ ആളുകൾ ഞാൻ തടി ഇങ്ങനെ ആയിരിക്കുന്ന സമയത്ത് കളിയാക്കിയിരുന്നു, പിന്നെ തടി നന്നായിട്ട് വീർത്തപ്പോൾ കളിയാക്കിയിരുന്നു. ഇപ്പൊ അതാ ഇങ്ങനെ എപ്പോഴും കളിയാക്കുക ആളുകളുണ്ട്. പല ആളുകൾക്ക് എൻ്റെ ഈ പൊട്ടിയ പല്ല് വലിയ അരോചകമായിട്ട് തോന്നുന്നുണ്ട്. അത്ര എന്താ ചെയ്യാം, ഓരോ ആളുകളുടെ കാഴ്ചപ്പാട് അങ്ങനെയൊക്കെ ആവുമല്ലോ. നമ്മളുള്ള പോലെ പോവുക, വേണമെങ്കിൽ മാറ്റുക, വേണ്ടെങ്കിൽ മാറ്റണ്ട, അത്രേ ഉള്ളൂ. എന്നാലും പല്ലി എന്നൊക്കെ വിളിക്കാനും മാത്രം ആളുകൾ അതപ്പതിച്ചു പോയി. ഡാഗിനി അമ്മൂമ്മേനെ വിളിക്കുന്ന ഇഷ്ടമാണ്. കാരണം ഞാൻ കുഞ്ഞിലെ തൊട്ട് ബാലചന്ദ്രനൊക്കെ വായിക്കുന്ന ആളാണ്. ഭയങ്കര ഇഷ്ടമാണ് ഡാഗിനി അമ്മൂമ്മ. എനിക്ക് സന്തോഷമുള്ളൂ കേട്ടോ എന്നെ അങ്ങനെയൊക്കെ വിളിക്കുന്നത്.
വിഷയമല്ല, അതൊക്കെ ജീവികളല്ലേ. അതാ പെർമിഷനും കൊടുത്ത്. ഇതാണ് ഇവരെ കുഴപ്പം. ഇവർ മുന്നേ ഇന്റർവ്യൂവിൽ വന്നിട്ട് പറയുന്ന വാക്കുകളാണ്, എന്നെ റിയാക്ഷൻ വീഡിയോ എടുത്ത് ചെയ്തോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല, അവർ പറയുന്നത് കൊണ്ടല്ലേ ഞാൻ നന്നാവുന്നത് എന്നുള്ളത്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിന്നെ പോലീസ് കേസായി, അതായി ഇതായി. ഇപ്പൊ അതുള്ളോഗിന് ഇട്ടിട്ടാണ് കേസ്. 2 തവണ കേസ് കൊടുത്തു. ഒരു വട്ടം സ്വയം പോയി കേസ് കൊടുത്ത് നടന്നില്ല, രണ്ടാമത് മുഖ്യമന്ത്രിനെയൊക്കെ പിടിച്ച് എങ്ങനെങ്കിലൊക്കെ നാക്കണം എന്ന രീതിയിൽ വീണ്ടും കൊടുത്ത്. അത് ഏതോ ഒരു രീതിയിലായി കിടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നത്. കൊള്ളാം. നിങ്ങൾ വിളിച്ചോ എന്ന് പറഞ്ഞതിന് ശേഷം ആളുകൾ വിളിക്കുന്നത്, അതുകൂടി മനസ്സിലാക്കിക്കൊള്ളാം. പിന്നെ ഈ വീഡിയോ ആളുകളൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കണേ. കാരണം ഇത്തരം വീഡിയോകളൊക്കെ ഒരു തെളിവായിട്ട് വെക്കണത് നല്ലതാ. ചിലപ്പോൾ നാളെ നിങ്ങൾ വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വേറെ കേസ് വരും. ഇനി വേറൊരു വീഡിയോ, ഇതൊന്ന് കണ്ടു നോക്കിയേ, കുറച്ച് കലിപ്പ് മൂടാ. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടന്ന് കാണിക്കുന്നത് ബിഗ് ബോസിൽ എങ്ങനെ കിടന്ന് കാണിക്കുന്നത്? അല്ല മീൻസ് എല്ലാ കമന്റാ ബിഗ് ബോസിൽ വരാനുള്ള ഒരു പ്രയത്നമായിട്ടാണ് എന്നാണ് എല്ലാവരും ഞാനൊരു സ്ഥിരം കാണുന്ന ഒരു പരിപാടിയേ അല്ല. സ്ക്രോൾ ചെയ്ത് കാണുമ്പോഴത്തേന് ഷോർട്സ് കാണാറുണ്ട്. ഇഷ്ടമാണ് പരിപാടി, അത്രേ ഉള്ളൂ. അല്ലാതെ ഇവര് പറയുന്നോന്നൊന്നും അല്ല കേട്ടോ. ഏയ്, ബിഗ് ബോസ് ഒക്കെ സ്ക്രോൾ ചെയ്ത് കാണുന്ന പരിപാടിയാണ്, എനിക്ക് താല്പര്യമൊന്നുമില്ല. പിന്നെ ഞാനെന്ത് ഇവിടുന്ന് കാണിച്ചു കൂട്ടുന്ന പറയുന്നതെന്ന് ഇപ്പോഴാണ് സത്യം പറഞ്ഞൊന്ന് അടങ്ങി അല്ലെങ്കിൽ ഒതുങ്ങിയിരിക്കുന്നത്. കുറച്ചും കൂടി മുമ്പ്, ഒരു മാസം മുമ്പ് വരെ എന്റെ പൊന്നെ സോഷ്യൽ മീഡിയ തുറന്ന ഇവര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഒരു കുറവ് പറ്റിയിട്ടുണ്ട്. അത് ഭാവിയിൽ പതുക്കെ കുറഞ്ഞ് വരികയാണ് ചെയ്യുക. അത് അങ്ങനെയാണല്ലോ. ആളുകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു സമയമുണ്ടാവും, ഭയങ്കര ദേഷ്യമുള്ള സമയമുണ്ടാവും, പിന്നെ ന്യൂട്രൽ ആവുന്ന സമയമുണ്ടാവും, പിന്നെ ഒന്നുമില്ലാത്ത സമയമുണ്ടാവും. ആ ഒന്നുമില്ലായ്മയിലേക്ക് വരുന്നത് പോലെ തോന്നുന്നു. അതിന്റെ അധപ്പതനത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഋതപ്പൻ ആ ഒരു ട്രോഫിയൊക്കെ കട്ടിലിന്റെ അടിയിൽ കൂട്ടിയിട്ടത് കാണിച്ചു കൊടുത്തത്. അതോട് കൂടിയിട്ട് ടമാർ പെടാർ ഇപ്പൊ താഴോട്ട് കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഇപ്പൊ ചേച്ചിയുടെ കാലിലല്ലോ ചരടില്ലേ, ശരിക്കും തമിഴ്നാട്ടിലുള്ളവരൊക്കെ എന്തോ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അതെന്താ ശരിക്കും അതിന്റെ മീനിങ് എന്താ? ഞാനൊരു ന്യൂജൻസ് ഒക്കെ കെട്ടാറില്ലേ ഫാഷനായിട്ട്. ഞാൻ ഇത് ഇപ്പോഴല്ല കെട്ടിയത്, പണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ കാലിൽ ഇങ്ങനെ കെട്ടണമായിരുന്നു. ഇപ്പോഴായിട്ട് കെട്ടിയതൊന്നുമല്ല. എന്തെങ്കിലും പ്രത്യേകത ഉണ്ട്? അതിനെ പറ്റി ഒന്നും അറിയില്ല. ഒരു സ്റ്റൈൽ അല്ലേ? പല ആളുകൾക്കും ആ ഒരു ചരട് കെട്ടലിന്റെ അർത്ഥം അറിയില്ല എന്നുള്ളതാ. നോർത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ട് അത്രേ. തമിഴ്നാട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്തോ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങ് അമേരിക്ക, യൂറോപ്പ് രാജ്യങ്ങളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് കാണിക്കുന്നതാണ് ആ ഒരു ചരട്. ഏതെങ്കിലും ഒരു സ്ത്രീ അങ്ങനെ ഒരു ചരട് കെട്ടിയിട്ടാണ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെടുത്ത് പോയിട്ട് നമുക്ക് പ്രൊപ്പോസ് ചെയ്ത് താല്പര്യമില്ലെങ്കിൽ അവർക്ക് ഒഴിവാക്കി പോവാം. പക്ഷെ താല്പര്യം അവർക്കുണ്ട് എന്ന് കാണിക്കുന്ന ഒരു സൂചനയാണത്. നമ്മുടെ കേരളത്തിൽ ഇപ്പോ പല കാര്യങ്ങളും അങ്ങനെയാണ് ട്രെൻഡിങ്. എന്താണെന്ന് അറിയില്ല, അങ്ങ് എടുത്ത് ട്രെൻഡാക്കി വെക്കും. ഇപ്പൊ കുറെ എണ്ണം ഉണ്ട്. ഇപ്പൊ ഏതൊരു വിദേശി നമ്മുടെ രാജ്യത്തേക്ക് ടൂറിസ്റ്റ് ആയിട്ട് വന്നപ്പോ ഒരു സ്ത്രീയുടെ കാലിന് മുകളിൽ അങ്ങനെ ചരട് കണ്ട് ആൾക്ക് ഇന്ത്യക്കാരോട് ഒരു ചെറിയ ഭ്രമം ഉണ്ടായിരുന്നേ. ആ സ്ത്രീയുടെ അടുത്ത് പോയി ചോദിച്ചു. ആ സ്ത്രീ പെടച്ചു. പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി. ആൾ അവിടെ നിന്ന് ഒരു കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു കൊടുത്തു. ഞങ്ങളുടെ നാട്ടിൽ ഇത് ഇതാണ്, നിങ്ങളുടെ നാട്ടിൽ ഇത് ഏതാണ് എന്ന് ഞങ്ങൾക്ക് അറിയാനിട്ടാണേ എന്ന് പറഞ്ഞിട്ട് ആൾ അവിടെ നിന്ന് ഊരിപ്പോന്ന്. അന്ന് ആ പോലീസുകാരൻ തന്നെ തോന്നുന്നു അന്ന് പ്രൊഫൈലിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം. ദയവ് അറിയാത്ത കാര്യങ്ങൾ ചെയ്തു കൂട്ടല്ലേ എന്നുള്ളത്. ചേച്ചി ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചൊരു കാര്യം, നമ്മുടെ ഈ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിട്ട് ജിമ്മിൽ പോകുന്നുണ്ടെന്ന് പറയുന്നത് ശരിയാണോ? ജിമ്മിൽ ഞാൻ പോകുന്നേ ഇല്ല. പിന്നെ എന്താണ് അങ്ങനെ പറയുന്നത് എനിക്കറിയത്തില്ല. ഞാൻ ഇതിനുള്ള പൈസ മുടക്കിയൊന്നും പോകുന്നില്ല. കാരണം ദയവായിട്ട് കനിഞ്ഞ ഒരു ബോഡി ഉണ്ട്. സന്തോഷം. അതെ, അടിപൊളിയാണ്, ഭയങ്കര നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഇങ്ങനെയുള്ള ഡ്രസ്സിന് ഇങ്ങനെയുള്ളത് തന്നെ ഇട്ടിട്ടേ വെറൈറ്റി ആയിക്കോട്ടെ. എന്റെ കൂട്ടുകാരി കരിഷ്മയാണ് കോസ്റ്റ്യൂം ചെയ്തു തന്നത്. അവളെ ഞാൻ നന്നായിട്ട് നടക്കട്ടെ, അടിപൊളിയാകട്ടെ എന്ന് പറഞ്ഞു. അതായത് നെഗറ്റീവ് പറയുന്നവരിടയിലും കൂടുതലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, നല്ല ഹൈ ലെവലിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അത് ഇന്നലത്തോടു കൂടി തീർന്നു. ആ ഒരു പാവം ചങ്ങായിയുടെ കുറേ ട്രോഫികൾ കട്ടിലിന്റെ അടിയിലേക്ക് ഡംപ് ചെയ്തപ്പോൾ അതോടുകൂടി ടബാർപ്പെടാർ അതൊക്കെ തീർത്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കരീഷ്മയാണ് എന്നെ ഇത് സജസ്റ്റ് ചെയ്തത്. എനിക്ക് ഏതൊരു പരസ്യം ഓർമ്മ വന്നു, ഏതാണോ പരസ്യം. ഓക്കെ, അപ്പോൾ ജന്മന എനിക്ക് ബ്രൂട്ടീഷ്യനുണ്ട്. എനിക്ക് വേറൊരു ബ്രൂട്ടീഷ്യന്റെ ആവശ്യമില്ല. ഞാൻ എങ്ങനെയാണ് ജനിച്ചത്? അപ്പോൾ നമ്മളിവിടെ എന്തായാലും ബോഡി ഷേമിങ് ചെയ്യാൻ പാടില്ലല്ലോ. എന്നിരുന്നാലും പറയാം, ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു ശരീരഘടന അതെന്താ? അത് സ്കെൽട്ടാണ്. പുരുഷന്മാരിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു മെലിഞ്ഞ അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് ബോഡി ഉണ്ടാക്കിയെടുക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. ഇപ്പൊ ഞാൻ തന്നെ 85 കിലോ ഉണ്ടായിരുന്നു. 65 കിലോ 4 മാസം കൊണ്ട് കഷ്ടപ്പെട്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത് ബോക്സിംഗ് ക്ലാസ് അതും ഇതൊക്കെ ആയിട്ട് അങ്ങോട്ട് സെറ്റാക്കി എടുത്തതാ. ഇനിയും കുറയാനുണ്ട്. 60 കിലോ ആണ് എനിക്ക് ആക്കാൻ ആഗ്രഹം. അപ്പൊ ആളുകളൊക്കെ ആ ഒരു രീതിയിലേക്ക് മാറി, ഫിറ്റ്നസ്സിലേക്ക് മാറി. അത് തന്നെ. അപ്പൊ രേണുസുതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ഫിറ്റ്നസ് ജന്മന കിട്ടിയതാണ്. അതായത് തടിയില്ലായ്മ അവർക്ക് ജന്മന കിട്ടിയതാ. ആരോഗ്യം എത്രത്തോളം ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല. അതൊന്നും നമ്മളറിയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. ഓക്കെ,
അപ്പോൾ ഇത്രയും നാൾ അവരെ ഇഷ്ടപ്പെട്ടിരുന്ന ആളുകൾക്കൊക്കെ ഇപ്പൊ എന്തായി? വെറുപ്പായി. ഞാൻ അവരുടെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി. എത്ര ആളുകളാ കമന്റ് ഇട്ടിരിക്കുന്ന അറിയോ? ഒരാളോട് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്നേഹം അത് എന്നും ഒരേപോലെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു സാധനങ്ങൾ ആ രീതിയിലല്ല വെക്കുക. അലമാരക്കകത്ത് വെക്കാം. അലമാരയുടെ മുകളിൽ ഒരു ഫോട്ടോ വെച്ചത് നമ്മൾ കണ്ടു. അലമാരയുടെ അകത്ത് ഇവരെന്തൊക്കെയോ കുത്തിത്തിരികി വെച്ചത് നമ്മൾ കണ്ടു. ആ ഒരു ചെങ്ങായിയുടെ കഷ്ടപ്പാടിന്റെ വിയർപ്പിന്റെ കുറച്ച് ട്രോഫികൾ, രക്തം പുരണ്ട ട്രോഫി അടക്കുന്നുണ്ട്. അവരുടെ മെയിൻ സാധനം അതാ, രക്തം പുരണ്ട ട്രോഫി, രക്തം പുരണ്ട ബാഗ്, രക്തം പുരണ്ട അത്. ആ സാധനമൊക്കെ കട്ടിലിന്റെ അടി കൊണ്ട് ഇട്ടേക്കുക. എന്തായാലും കൊള്ളാം അല്ലേ? ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു, അതുകൊണ്ട് മാത്രം ഒന്ന് കൊണ്ടുവന്നു എന്നുള്ളൂ. ഇപ്പൊ എന്തായാലും അവർ ഏറി കയറിയിരിക്കുകയാണല്ലോ. ഞാൻ ഏറി കയറ്റാൻ വേണ്ടി ചെയ്ത വീഡിയോ ഇല്ലട്ടാ. അവരെ 4 ആൾ സപ്പോർട്ട് ചെയ്യട്ടെ, പാവല്ലേ. അവരിങ്ങനെ നിലനിന്നാലല്ലേ നമ്മളെ പോലുള്ള ആളുകൾക്ക് വീഡിയോസ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മാത്രം. അവരിപ്പോ ഡൗൺ ആണ്, ഇനി ഏറി കയറുമെന്നൊന്നും അറിയില്ല. അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് ഇപ്പോൾ.